day because we gonna try foods, variety of foods. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഞാൻ ട്രൈ ചെയ്ത് തോന്നില്ല. അതിന് വേണ്ടിയാണ് സോനു ഇത്ര ഭംഗിയായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, നമ്മൾ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സെൻട്രൽ പട്ടായയിലാണ് വന്നേക്കണം, മാളിലാണ്. അതെ, ട്രൈ ചെയ്ത് ഫസ്റ്റ് ട്രൈ ചെയ്യലാണ് ഗൈസ്. ആദ്യത്തെ ട്രൈ ചെയ്ത് താഴത്തെ ട്രൈ ചെയ്ത്. അതെ, എല്ലാരെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് എബുനാണ്. കൊണ്ടിരിക്കുന്നത്. അതെ അതെ, സൈഗുനും സുനു ചോക്ലേറ്റ് ബണ്ണുണ്ട്. സുനു കണ്ണങ്ങോട്ടാണ്. നിങ്ങൾക്ക് വേണ്ടത് കഴിക്കണമെന്ന് തോന്നണത് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും വേണോ? ഫുള്ള് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്. ചോക്ലേറ്റ് ബണ്ണോ? കഴിച്ചു നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ഏത്? അതത്ര ലോങ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കേക്കില്ലട്ടാ. കോട്ടൺ ക്യാൻഡി കഴിക്കണോ? ഫുഡ് കഴിച്ചാ പോരെ? നമുക്ക് ലാസ്റ്റ് നോക്കാം. കൂട്ട് എന്താ വേണ്ട? അല്ല, ഞാൻ പറഞ്ഞേ ഓരോന്ന് നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാനില്ല. ഒരെണ്ണം എടുക്കുക, എന്നിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാല് പിന്നെയും ഓർഡർ ചെയ്ത് എടുക്കുക. ഏതാ വേണ്ട? അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ ഇപ്പൊ തരും. പറഞ്ഞല്ല അല്ലേ, ഓർഡർ കൊടുത്തല്ലോ. വേണ്ടെടുത്ത് ജ്യൂസൊക്കെ ഉണ്ട് ഡൈ സൈഡിൽ. നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട്. ഇതുണ്ട് കോക്കനട്ട് ജ്യൂസ്, അതേപോലെ തന്നെ മാംഗോ, നൈറ്റ് എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ജ്യൂസ് നല്ല ഫ്രഷ് ജ്യൂസ് ആയിരിക്കും ഇവിടെ. നല്ല പൾപ്പിയാണ്. നല്ല അടിപൊളിയാണ്. ഐസൊക്കെ ഇട്ട് വെച്ചങ്ങനെ തണുക്കാൻ. എടുത്താ ഒന്ന് മതിയോ? ഓക്കെ, അടുത്തെടുക്കും. ഇന്ന് പൊളിക്കും ഗൈസ്. എല്ലാം തിന്ന് അല്ലേ? ഇത് ആളുണ്ട് ബാക്കിൽ ഇടിച്ച് താഴത്തെടുത്ത്. ഇതെന്താ സംഭവം? ഇതുണ്ടല്ലോ റെയിൻബോ സോയാബീൻ. എടുത്തു നോക്ക്. പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ. സോനുവിന് ഇഷ്ടമുള്ള മിലോ ഉണ്ടിട്ടാ. സോറി, മൈലോ. കപ്പലണ്ടി. പക്ഷെ നമ്മുടെ മെയിൻ ഉണ്ട് പീനട്സ്. കപ്പലണ്ടി അല്ലെങ്കിൽ ആ സ്വീറ്റ് പൊട്ടാറ്റോ. നിങ്ങൾക്ക് വേണ്ടത് പറയോ പ്ലീസ്. കുറെ പേ ചെയ്യാം. പിടിച്ചോ. ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ അല്ലാണ്ട് എടുക്കണമില്ല, കഴിക്കണമില്ല. ഞാനിപ്പോ ഇപ്പെടുക്കാൻ പറഞ്ഞു. ചോക്ലേറ്റ് ബാൻ അത് കുഴപ്പമില്ല, നമുക്ക് സ്പോട്ടിൽ കഴിച്ചാൽ മതിയല്ലോ. പിന്നെ ന്യൂട്രലിന്റെ ഇതും പറഞ്ഞാ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് പറ, നിങ്ങൾക്ക് വേണ്ടത് വന്നിട്ട് പറയാം. ട്രൈ ചെയ്ത് പോവാം. ഭയങ്കര സോഫ്റ്റ്. ഫുഡിന്റെ ആളെ കഴിച്ചു നോക്കാനാ? എല്ലാവർക്കും ഓരോ എന്ത് സംഭവം നോക്കട്ടെ. ഇതൊന്നും അല്ലാണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ പീസ് വാങ്ങിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? കൊള്ളാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുക്കാം. നല്ല ഭയങ്കര സോഫ്റ്റ്. ആദ്യം സൈവ് അടിച്ചു.
സായിക്ക് കൂടെ ഭയങ്കര എക്സൈറ്റഡ് കിട്ടിയാ അത് എങ്ങനെ എടുക്കാം കടിക്കാൻ പറ്റും എന്റെ അമ്മയെ കിടിലം. സോഫ്റ്റ് ആർക്കൊക്കെ ഗുണം പറഞ്ഞോ? എനിക്ക് ട്രൈ ചെയ്യണം. 1 3 നിനക്ക് വേണ്ടേ? 1 2 3 4 5 അല്ലേ? സൂപ്പർ. ഭയങ്കര സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു രക്ഷയില്ല. ഭയങ്കര സോഫ്റ്റ്. അതെന്തല്ല മര്യാദ കൊടുത്തപ്പോ ചോക്ലേറ്റ് ഫ്ലേവർ അടിപൊളി. ഈ മാച്ച ഫ്ലേവർ എനിക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷെ മാച്ച കഴിപ്പായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ തന്നെ കഴിക്കാം. ഇതൊന്നും വേണ്ട. ട്രൈ ചെയ്ത് നോക്കിയപ്പോ ഒരു രക്ഷയില്ല. ഇവിടെ തന്നെ കഴിക്കാം. കെട്ടി പിടിച്ചോണ്ട് പോണ വേണ്ട, ഇവിടെ തന്നെ നമുക്ക് കഴിച്ചിട്ട് എടുക്കാം. അല്ല ബേബി, പിടിച്ചോണ്ട് പോണ വേണം. അതെന്തെങ്കിലും ഭയങ്കര ടേസ്റ്റ്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യാം. മാറിക്കാം കുറച്ച്. നമുക്ക് അവിടെ വേണമെങ്കിൽ അവിടെ നിന്നിട്ട് കഴിച്ചോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോന്ന് വാങ്ങിക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ട വീണ്ടും വാങ്ങിക്കുക. മനസ്സിലായോ? ഇതിന് ട്രൈ ചെയ്തോ പക്ഷേ. അതെന്ത് സാധനമാണ്? സോനുന്റെ പരീക്ഷണമാണ്. ഞാനിങ്ങനെ കഴിക്കണ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ, കൊറിയൻ അങ്ങനെയൊക്കെ വീഡിയോസിൽ. അങ്ങനെ ഭയങ്കര ഉള്ളിൽ ഫില്ലിംഗ് ആണെന്ന് തോന്നുന്നു. സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ നമ്മളെ പർപ്പിൾ കളറില, എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടു? നോക്കട്ടെ. ഇഷ്ടമായില്ല. സോനു അഭിപ്രായം പറയൂ. ആ എനിക്കൊന്നും ഇഷ്ടമായ നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ അത് സോണിന് കൊടുത്തിരിക്കുന്നു. ഫ്ലേവറൊന്നും ഇല്ലല്ലേ? അത് വേറെ ടൈപ്പ് സാധനം, അത് ഇഷ്ടപ്പെട്ടില്ല. ഇത് പൊളി, പൊളി. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഫ്ലേവർ തന്നെ. അപ്പൊ ഏത് ഫ്ലേവറാണോ അത് ഇട്ടിട്ട് ഈ മാവിട്ട് കുഴച്ചിട്ട് ഉള്ളിൽ ഫില്ലിങ് വെക്കാം. ആ സ്വീറ്റ് പൊട്ടറ്റോ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി. ഇറങ്ങിയപ്പോ ഇഷ്ടമായി സ്വീറ്റ് പൊട്ടറ്റോ. ഇറങ്ങിയപ്പോ ഇഷ്ടമായിരുന്നു. നിന്റെ ടേസ്റ്റ് ഇറങ്ങുമ്പോഴാണ്. മോനെ മോനെ അവൻ വല്ല ചൂടിലൊക്കെ കയറി പിടിക്കണ്ട, പെട്ടെന്ന് പിടിച്ചോ. പൊളിയല്ലോ സുനു, സോഫ്റ്റ് ആയിട്ട് നല്ല കിടലായിട്ടുണ്ട്. സൈക്ക് ഇഷ്ടപ്പെട്ടാ? അടിപൊളിയായിട്ടുണ്ട്. അവന് ഇഷ്ടപ്പെട്ടില്ല. അതെ, അവൻ സൂപ്പർ ഈസി ആയിട്ട് തന്നെ. ഒന്ന് പിടിച്ചൊരു സുനു. ഞാനിവിടെ ആയിട്ട് വീഡിയോ എടുക്കണേ, തിന്നുകയും ചെയ്യണം. ആ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, ആണെങ്കിൽ കഴിച്ചോ. അപ്പൊ ഓക്കെ ഗൈസ്, ഞാനിത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് സ്റ്റോളിൽ തന്നെ കയറിയിട്ട് അടിപൊളി ബണ്ണ് കഴിച്ചു. ഇത് നെക്സ്റ്റ് നമ്മൾ പോണത് തായ്ലാൻഡിൽ തന്നെ സ്പെഷ്യൽ മാംഗോ സ്റ്റിക്കി റൈസ്. ബേബി തായ്ലാൻഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പോണേ. സോ വി ഗോണ ബൈ ഓൺലി വൺ. ബിക്കോസ് കുറേ സ്റ്റാൾസ് ഉണ്ട്. അപ്പോ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ആണ് നമ്മൾ. നല്ല ഫ്രഷ് ഇവിടുത്തെ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മാങ്ങയുടെ റൈസ് കിട്ടില്ല. 100 രൂപ. ഇത് കുറവാ. ഞാനന്ന് വാങ്ങിച്ചില്ലേ 300 സംതിങ് ഞാൻ വാങ്ങിച്ചത്. ഞാനന്ന് വാങ്ങിച്ചത് ഇത് കുറവാ. ആ ഇത് ഫ്രഷ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അടിപൊളി അടിപൊളി. ഓക്കെ, ഞാൻ പേയ്മെന്റ് ചെയ്യട്ടെ. നിങ്ങൾ കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് കഴിക്കും. സുനു തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അല്ലേ സുനു?
നല്ല സ്മെല്ലുണ്ട്. അതെ മാംഗോ ഒഴിക്കണ്ടേ? അല്ലല്ല മാംഗോയിലല്ല റൈസിലാണ് ഒഴിക്കണ്ടേ. മാംഗോയിലും റൈസിലും എല്ലാം കൂടെ വെച്ചു. റൈസാണ് മെയിനായിട്ട് ഒഴിക്കുന്നത്. ഇതിന് മറ്റേ മൂങ്കാല് തന്നില്ല. അടിപൊളി അടിപൊളി. മറ്റേ മൂങ്കാല് അവനാദ്യം വ്ളോഗ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ടൈമിൽ ഗൈസ് ഇതാണ് ബിഹൈൻഡ് ദ സീൻ. അവരെ നമുക്ക് നോക്കാം. അയ്യോ തുടങ്ങി. ഓക്കെ നല്ല മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് സൈഗുവിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തേ. നമ്മൾ സൈഗ് വെയിറ്റിംഗ് ആണ് ഇവിടെ ആയിട്ട്. മാങ്ങയും വെട്ടിച്ച് അല്ലേ? ഞാൻ ഒന്നും കൂട്ടത്തിന് ആവശ്യമായിട്ടല്ലേ അന്ന് എയർപോർട്ടിൽ നിന്ന്. അല്ല ഇത് റേറ്റ് കുറവാണെന്ന്. അന്ന് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എന്ത് വിലക്ക് റൈസ് ഉണ്ടായിരുന്ന ഫ്രൈ ആക്കി. അല്ല ആക്ച്വലി അത് ഭയങ്കര റേറ്റ് കൊണ്ടുപോകും. ഇതുപോലെ കണ്ടേക്കണേലൊക്കെ മുണ്ടാലി ഇട്ടിട്ടുണ്ട്. ഇതിലെ മുണ്ടാലില്ല, റൈസും കുറവാണ്. ഓക്കെ കഴിച്ചു കഴിച്ചു. സൈഗു ആ വിളിക്ക്. മാങ്ങ സന്തോഷം നോക്കുമ്പോ ഒന്നുകൂടെ കഴിക്കൂ. ഒന്നും കൂടെ കഴിക്കൂ. ഒരാളിവിടെ ആയിട്ട് റീൽസ് എന്തൊക്കെയാണ്. കൊള്ളാം സുനു. ഇന്ന് കഴിക്കോ സുനു? സുനുക്ക് കിട്ടണില്ല ഒരു കോരി. ഓക്കെ പെർഫെക്റ്റ്. നല്ല ടേസ്റ്റ്. അടിപൊളി. ട്രൈ ചെയ്തോ? അടിപൊളി. ഇവിടെ കോസ്റ്റ്യൂം കൊണ്ടിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. എന്നാ ശരി എന്നാ. ഒരു പോലീസ് ടച്ച്. എന്നാ ശരി. അപ്പൊ മോൾ തിന്ന് തീർക്കും അല്ലേ? ഞാനും എന്റെ സിസ്റ്റർ ഉണ്ട് അവിടെ. കുറച്ചുകൂടെ ഫ്രഷ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാ. ഞാനും സോനുണ്ട് കേട്ടാ. വെറ്റി മെഴുകുന്നുണ്ട് 2 എണ്ണം. സോനു നമുക്കില്ല കേട്ടാ, തീർന്ന്. സോനിട്ട് ഞാൻ ബേബി വീഡിയോ എടുക്കുന്നില്ലാന്ന് വിചാരിച്ചു. ഞാൻ സോനിന്റെ ചോദിക്കാൻ പറഞ്ഞു, നീ എടുത്ത് എന്ത് സാധനം ചോദിച്ചു ഒരു വകയൊക്കെ ഉള്ളു അച്ഛൻ. അത് സ്വീറ്റ് പൊട്ടോട്ടോ റൈസ് എനിക്കിഷ്ടം. ആദ്യം എനിക്ക് ടേസ്റ്റ് മനസ്സിലായില്ല അതില്ല. പിന്നെ ചവച്ച് ഇറക്കിയപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമായി. പക്ഷെ ഇറങ്ങാൻ പാടുണ്ടായിരുന്നത്. അത് നമ്മുടെ നാടൻ മാങ്ങയല്ലേ, നല്ല ആ ടേസ്റ്റ്. പക്ഷെ കാണാൻ വേറെ. എനിക്ക് ഒരു പായ തരോ? ചോറില്ല, കുറച്ച് കഞ്ഞി ചോദിക്കേണ്ടി വരും അവരുടെ അടുത്ത്. കുറച്ച് കഞ്ഞി തരുമോ? ഒരു പായ പോലെ അപ്പുറത്ത് കൂടെ ഒക്കെ പോകണ്ട്. മാംഗോ അല്ലേ? സൈദിന് മാംഗോ മാംഗോ മാത്രമായിട്ട് ആണോ? കിങ് ഓഫ് ഫ്രൂട്ട്സ്. മഷറും കൂടെ മാംഗോ കഴിച്ചോ കഴിച്ചോ. കിങ് ഓഫ് ഫ്രൂട്ട്സ്. മഷൂന് വേണ്ടേ? വാ സൈഗു. ചോറ് കുറവാണെന്നല്ലേ? മാംഗോ പുളിയാവാം. അടിപൊളിയല്ലേ? എക്സ്ട്രാ ചോറും ഇതും കൂടി ചോദിച്ചു കഴിക്കാൻ എത്ര? മാങ്ങ വേണ്ട, അതാ പ്രശ്നം. മാങ്ങ ഉണ്ട് ഇവിടെ, മാങ്ങ കൂടുതൽ. മോനെ ഇരുന്ന് കീറ കണ്ണും കൂട്ടിരുന്ന് ആറില്ല. പെട്ടെന്ന് കഴിച്ചിട്ട് നോക്കണായിരുന്നു. ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് നിങ്ങൾ വീട്ടിലെടുത്തിട്ട് കഴിച്ചോട്ടാ.
പറഞ്ഞായിരുന്നു സെക്കൻഡ് വന്നു. ആ പറഞ്ഞാലും അത് പറയാൻ പറഞ്ഞു. ഇത് രണ്ടാമത്താണ് കേസ്. രണ്ടാമത് വാങ്ങിക്കുകയും ചെയ്ത് എക്സ്ട്രാ റൈസ് ഒക്കെ അതിനെ കൊണ്ടിട്ട് എക്സ്ട്രാ എമൗണ്ട് ഒക്കെ കൊടുത്ത് ഡീപ്പ്. കമ്മിങ് ടു തായ്, നിങ്ങൾ ഇത് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ വേസ്റ്റ്. അടിപൊളി സാധനം. മിക്കവാറും എൻ്റെ പേര് ഫുള്ളാവും കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാ. അങ്ങനെ മാംഗോ സ്റ്റിക്ക് റൈസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്ത ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടി പോണാണ്. ഇവിടെ എന്താ സോനു? ഇവിടെ എല്ലാ പിക്കിലും കഴിച്ചിട്ടുണ്ട്. ഇത് മറ്റേ മീറ്റാണ്, ബഫലോ ആണ്. ബഫലോ. ഇത് നമ്മുടെ മഷ്റൂം പോലെ ഉണ്ട് കണ്ടിട്ട്. മഷ്റൂം ആണ്. ബാക്കിയെല്ലാം പിഗാണ്. അപ്പർ സെക്ഷൻ പിഗ്. ഫുള്ള് ഇത് ഗ്രില്ല് ചെയ്ത് തന്നെ. അതെ, അവരതിൻ്റെ അന്ന് ഗ്രില്ല് ചെയ്ത് ഓരോ സ്റ്റിക്കായിട്ട് നിങ്ങൾ തരും. നിങ്ങൾക്ക് വേണ്ട എന്താ ആവശ്യം പറഞ്ഞാൽ അവര് സോസൊക്കെ ഇട്ട് ചെയ്തിട്ട്. എന്താണ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്? ഏതാ? ഓക്കെ അല്ലേ? സോസേജ് അതല്ലേ? ഇത് മഷ്റൂം. അത് മഷ്റൂം. ഓക്കെ, അവര് അവിടെ ഗ്രില്ല് ചെയ്തിട്ട്. അത് പിഗ്. Yeah. ഓക്കെ, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇറ്റ്സ് ഓക്കെ. ആ വാങ്ങിച്ചോ, കഴിച്ചോ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. എന്നാ പിടിച്ചോ, ഞാൻ പേയ്മെന്റ് ചെയ്യട്ടെ. എന്നെ സുനി പുറത്ത് വന്നു. ഞാൻ സാറ് പേയ്മെന്റ്. മീറ്റിറച്ചി, ഇറച്ചി പോത്തിറച്ചി, മറ്റേ മീറ്റ്. ഞാനിവിടെ ഇരുന്ന് കൂതാണ്. ഓ രണ്ട് ബഫലോ കഴിച്ചു. ഇതെന്ത് ഐറ്റം ആണെന്നുള്ളത് നിങ്ങൾ തന്നെ ചോദിക്കാം. മോമോസ് പോലത്തെ സംഭവം അല്ലേ? മോമോ. അതായത് ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയാമോ? ഇംഗ്ലീഷ് അറിയില്ല. ചിലവർക്ക് അറിയാവുന്നവരേ ഉള്ളൂ. അതെ, വെജിറ്റബിൾസും ചിക്കനും ഉണ്ടാവും അതിൻ്റെ അത്. നമ്മുടെ അവിടെ മോമോസ് പോലെ സംഭവം. നോക്കാം. ഓക്കെ, താങ്ക്സ് സോ മച്ച്. ഇത് നിങ്ങൾക്ക് അറിയാലോ എന്താണ്? കരിമ്പ് ജ്യൂസ് ഉണ്ട്, ചക്ക, പിന്നെ പ്ലാസ്റ്റിക്. ശരിക്കും അങ്ങനെ ഇത് മറ്റേ നാരങ്ങ ഇല്ലേ നമ്മുടെ അവിടുത്തെ നാരങ്ങ ഇട്ടില്ലേ, കുംബ്ലൂസ് നാരങ്ങ പോലത്തെ സംഭവം. നീ ഉദ്ദേശിച്ച അങ്ങനത്തെ ചക്കയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കഴിച്ചു നോക്കാറ്. ഭയങ്കര മണമെന്ന് പറയണത്, ഭയങ്കര മണമായിരിക്കും പറയണത്. നമ്മ വേർക്കുമ്പോൾ ഇതന്നെ ഇതിന്റെ ഉള്ളിലത്തുള്ള സാധനമാണ് ഇത്. എന്തോ മണമെന്നൊക്കെ പറയണ്ടല്ലോ. എന്തോ ചോദിക്കണല്ലോ. ഭയങ്കര മണമെന്ന് പറയണം. പക്ഷെ ഇത് മാളിന്റെ ഉള്ളിൽ ഇട്ടിട്ടാ വിൽക്കണത്. അല്ല, ഹോട്ടലിൽ കേട്ടില്ല, പക്ഷെ മാളിന്റെ ഉള്ളിൽ വിൽക്കണ്ടേ. അല്ല, പുള്ളിക്കാരനെ അവിടെ നിന്ന് ഓപ്പൺ ചെയ്യണമല്ലേ? അതെ, കത്തിക്ക് ഓപ്പൺ ചെയ്യണ്ടേ? അവിടെ ആയിട്ട് കത്തിക്ക് ഓപ്പൺ ചെയ്യണം.
ഓക്കെ, നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കണമെങ്കിൽ ടേസ്റ്റ് നോക്കത്. ഒന്നല്ല തന്നെ ആവാനുണ്ട് ഭയങ്കര കുറേ ഇത് ഇവിടെ വേറെ സംഭവം ഉണ്ട്, കോഫി, ബ്ലാക്ക് കോഫി, തായ് മിൽക്ക് കോഫി. അടിപൊളി. എന്തായാലും കോഫി എന്തായാലും ഞാൻ ട്രൈ ചെയ്യട്ടെ. ഇത് നോക്കി ഇത്ര ഐറ്റം നോക്കി നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. തായ് മിൽക്ക് കോഫി, ബ്ലാക്ക് കോഫി, ഹണി ഗ്രീൻ ടീ, ടീ ജെല്ലി. അതെ ജെല്ലി, അതായത് ഫ്ലേവർ ഒന്നും പറഞ്ഞു. ഇന്ന് നമ്മളെല്ലാരും കുറെ കാണുവാനും കുറെ ചിരിച്ച് ചാവും നിങ്ങളുടെ അംഗങ്ങൾ കണ്ടിട്ട്. ഓരോരുത്തർ അത് തന്നെ സംഭവം. അവരങ്ങനെ ജെല്ലി അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ തരും സാമ്പിള്. സോനെ കണ്ടപ്പോ സങ്കടം തോന്നുന്നു. ജെല്ലിയാണ് സാധാരണ ജെല്ലി. I want Thai milk coffee. Tea, yeah. നിനക്ക് കോഫി ആണോ? കോഫി ആണോ? One Thai milk coffee and tea. One tea. Yeah. ജെല്ലി ഇടണോ? വേണ്ട. ഇത് നമ്മുടെ ബോബയില്ലേ, ബോബോലല്ലേ I want hot tea. One cold. കൺഫ്യൂഷൻ ആണ്. സത്യം പറയും ഇവരെക്കാട്ടിയൊക്കെ നന്നായിട്ട് ഞാനിവിടെ നിന്ന് ആൾക്കാരോട് സംസാരിക്കില്ല. അല്ല എനിക്കത് അത് നിങ്ങളായിട്ട് വന്നപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെങ്കിലും സംസാരിച്ച് പിടിച്ചിരിക്കുന്നു. ഓ ഞാൻ കണ്ട് കുറച്ചേരത്തിന് മുമ്പ് നമ്മള് പോരാന്ന് സംസാരിക്കണം. അല്ല ഇവരുടെ ഇംഗ്ലീഷ് എന്താണെന്നറിയോ? നമ്മളിപ്പോ ഇഫ് യു അല്ലെ വാട്ട് ഇസ് ദിസ് ഇസ് ദിസ് കൈൻഡ് ഓഫ് എനിത്തിങ് എന്നൊക്കെ പറയൂല. അതല്ല ദിസ് ഈറ്റ് അങ്ങനെയാണ് ഇവരോട് ചോദിക്കേണ്ടത്. അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മിപ്പോ ഇസ് ദിസ് എഡിബിൾ ഞാനങ്ങനെ ചോദിക്കണോണ്ടിട്ട് അവർക്ക് മനസ്സിലാവില്ല. ഇവരോട് ഫ്ലൂവന്റ് ഇംഗ്ലീഷ് അല്ലെ നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ മനസ്സിലാവില്ല. ഈസ് ഇറ്റ് എഡിബിൾ എന്ന് ചോദിച്ചാൽ അത് കോഫി. എനിക്ക് അത് നമ്മൾ ട്രൈ ചെയ്തതല്ലേ, അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുണ്ട്. അത് പക്ഷേ ചൂടാണോ? എനിക്ക് ഹോട്ട് ടൈപ്പ് ഞാൻ പറഞ്ഞു ടീ. പക്ഷേ കേട്ടോ ടീ ഓൾറെഡി സ്വീറ്റ് ആണ്. ഷുഗർ ഇതിലുണ്ട്, പാലിലുണ്ട്. കപ്പും അവർ 4 പ്രാവശ്യം പറഞ്ഞു എത്ര റേറ്റ് എന്ന്. ഇപ്പൊ 500 എടുത്ത് കൊടുത്തല്ലേ. ഞാൻ പറഞ്ഞു കൊടുത്തു 130. ഇവിടെ 500 ഏതാണ് 10 ഏതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത മനസ്സിലായല്ലേ? മാത്രമേ ഉള്ളൂ. 10 ബാട്ട് 20 ബാട്ട് എന്ന് പറഞ്ഞാൽ ആ നോട്ട് എടുത്ത് കൊടുത്താൽ മതി. 8 കപ്പുംഖാ. കുടിച്ചോ? അതന്നെ നിക്കവിടെ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതില്ലേ നല്ല ചൂട് ചായ ഉദ്ദേശിച്ചത്. അവര് ജസ്റ്റ് ചൂട് നമ്മുടെ വീട്ടിലൊക്കെ ചായ വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോ കിട്ടൂലേ, അതേപോലെ അവിടെ കിട്ടിയ ജൂറിയം വേണം. വെരി ഗുഡ് ആണ്. ഒരു പീസായിട്ടാണെങ്കിൽ മനസ്സിലായി. നേരത്തെ വന്നു വെറുതെ നോക്കാൻ തന്നെ ടീമാണ്. ഇവിടുന്ന് ചായയും കോഫിയൊക്കെ വാങ്ങിച്ചപ്പോ കണ്ടപ്പോ മനസ്സിലായി അവര് സീരിയസ് ആണെന്ന്. അയ്യോ ഞാൻ കയ്യിൽ പിടിച്ചേക്കണോ? അതെന്താ അവരുടെ അത് ഞാൻ എവിടെ നോക്കണേത് വെച്ചേടി.
എന്താണ് ഇതൊക്കെ എടുത്തിട്ട് പോകണം? അല്ല ഞാൻ നോക്കാൻ വേണ്ടി വെച്ചതാണ്. ഇനി അതിന്റെ ബില്ലിട്ടുണ്ടാവോ? ഇല്ല ഇല്ല. ആ സുനു കുടിച്ചാ? ഇല്ല, ഞാനിത് പിടിച്ച് ഇത് ആ കയ്യിലിട്ട് കഴിക്കാല്ല സുനുവിന്. ഇതിലുണ്ട് സ്പൂൺ. കവർ വേണമെങ്കിൽ കൊടുത്തോ വേണ്ടെങ്കിൽ, നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ജെല്ലി വേണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ ഇത് അടിപൊളിയാ. ചൂടുണ്ടെങ്കിൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടല്ലേ? കോൾഡ് കോഫി പോലെ ഉണ്ടാ? പിന്നെ ബോബ അതേപോലെ ഉണ്ട്. ഞാൻ ടീ ഭയങ്കരമായിട്ട് കോഫിയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം സാധനം. ജെല്ലിയൊക്കെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഫ്രൂട്ട്സ് ഒക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അറിയാം എന്തൊക്കെയാണ്. ടൊമാറ്റോ ഉണ്ടല്ലോ, ചെറിയ ടൊമാറ്റോ. കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോട്ടോ. ഞാൻ ഒറ്റക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇതുകൂട്ട് ഫുഡ് കഴിക്കൽ കുറവാ. ഞാൻ ഇതുകൂട്ട് കട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കും. സൈക്കും പറഞ്ഞു വേണ്ട സൈക്കും. ഏതാ? ആ സ്മൂത്തി ആയിട്ട് കൊടുക്കും. അടിക്കും സ്മൂത്തി അടിക്കും. ഹെൽത്തി. ഞാനിത് ഇങ്ങനെ തന്നെ വാങ്ങിച്ച് കഴിക്കും. പ്രോബയോട്ടിക് ഡ്രിങ്കും ജെല്ലി. പക്ഷെ കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ, നല്ല കളർഫുൾ ആയിട്ട്. എന്തെങ്കിലും വേണമെങ്കിൽ അടിക്കണമെങ്കിൽ അടിച്ചോ. സ്മൂത്തി അടിക്കണോ? ഞങ്ങത്ര ഹെൽത്തി ഏതാ വേണ്ട? അയ്യോ തിന്നാനല്ല. ഏതാ വേണ്ട? മൈലോ ആണോ വേണ്ട? അല്ലല്ല, അവൻ ജെല്ലിയാണ് കാണിക്കണം. പക്ഷെ ജെല്ലിയായിട്ട് ജെല്ലിയല്ല, സ്മൂത്തിയാണ്, ജ്യൂസ് അടിച്ച് തന്നെ. കട്ട് ഫ്രൂട്ട്സ് വേണോ നിനക്ക്? കട്ട് ഫ്രൂട്ട്സ് വേണോ? അത് വേണോ? മേളിക്ക് ഫ്രൂട്ട്സ് വല്ലതും വേണോ? അത് വേണ്ട സൈവു, നമ്മിപ്പോ കഴിച്ചാണ്, ഹോട്ടലും കൂടി കഴിച്ചാണ്. വേണ്ട. എടാ നിനക്ക് ജ്യൂസ് ആയിട്ട് അത് സ്മൂത്തി അടിക്കണോ? ജ്യൂസ് അടിച്ച കുടിക്കണോ നിനക്ക്? ഡാഡ വാങ്ങിച്ചു തരാം. ഏതാ വേണ്ട? ഇല്ലാതൊന്നും പറയാം. എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം പറ, സെലക്ട് ചെയ്യും. ഏതാ വേണ്ട? ഇത് വേണോ? ഇത് മിക്സ് ആക്കണോ? എല്ലാം ഉണ്ട്. അതിന്റെ തല്ലാം ഉണ്ട്. കിവി, മാംഗോ, പറഞ്ഞോ, നിനക്ക് വേണ്ട പറഞ്ഞോ. സ്ട്രോബെറി എല്ലാം കൂടി ജ്യൂസ് അടിച്ച് തരും. അതല്ലെങ്കിൽ അന്നത്തെ പോലെ വേണമെങ്കിൽ ജ്യൂസ് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കാം. വേണോ അങ്ങനെ? അന്നത്തെ പോലെ വാങ്ങിക്കോ. വാ, അവിടെ ആയിട്ട് ജ്യൂസ് ഉണ്ട്. ഇങ്ങനെ വേണോ? കരിക്ക് വേണം. കരിക്ക് വേണോ നിനക്ക്? കരിക്ക് വേണം. ഏതാ വേണ്ട സൈഗു? ജ്യൂസ് അടിച്ചിട്ട് മതിയാ? ഞാൻ ഒന്ന് എടുക്കണേ. I want this. Okay. Yeah. നമ്മളിത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരതെടുത്ത് സ്മൂത്തി ആയിട്ട് അടിച്ച് തരും. 150 ബാത്താണ് അവർ ചാർജ് ചെയ്യുന്നത്. എവിടെ സൈഗോടെ? സൈഗുബാ, സൈഗിന്റെ സ്മൂത്തി റെഡി. ഓക്കെ, താങ്ക്സ് സോ മച്ച്. കൊട്ടന്നിട്ട് സൈഗു നോക്കി പിടിക്കണേ. വാങ്ങിച്ചോ. ഇതിനകത്ത് കിട്ടും. നമുക്ക് ആവശ്യമുള്ള കുടിച്ചാൽ ബാക്കി എല്ലാം നമുക്ക് ഹാങ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കാം. ഞാൻ ആ ചൈന ടൗണിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട്. വാങ്ങിച്ചോ. സ്ട്രോ താങ്ക് യു. അത്ര ഉള്ളു, കൊട്ടരുതേ. എങ്ങനെയുണ്ട് സൈഗു? പൊളിയല്ലേ?
അതാണ് അതാണ്. ഞാനിതൊരു നമ്മുടെ നാട്ടിലത്തെ മമ്മ ഉണ്ടാക്കുന്ന പിണ്ടി പോലെ ഉണ്ടായിരുന്നു. നഷ്ടം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത് നോക്കുമ്പോൾ സുനു ബോർഡ് കഴിച്ചു. ഫിഷ് ബോൾസ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോ. എന്തായാലും കഴിക്കാൻ പോകുന്നില്ല. ഫിഷ് ബോൾസ് 100-200 എല്ലാം ഉണ്ട് കേട്ടോ. ഇതേപോലെ കണ്ടെയ്നർ ആക്കി തരും. അതിനകത്തുള്ള മിക്സിംഗ് ആണ് സ്പൈസി ആയിട്ട്. ഇല്ല ഇല്ല, ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് തന്നെ ട്രൈ ചെയ്തിട്ടില്ല. വേറെ ടൈപ്പ് ഓഫ് സ്മെല്ലുണ്ട്. അതിൻ്റെതായ ഒരു ഇത് ഇവിടെ നോക്കിയ ഇവിടെ ഫ്രൈഡ് ഫിഷ് കേക്ക്. എല്ലാം മറ്റേ സ്റ്റീംഡ് ടൈപ്പ് ആണ്, മനസ്സിലായോ? ഫ്രൈഡ് ഫിഷ് കേക്ക് അത് മറ്റൊരു പോർക്ക്. എന്തല്ലേ കാണാത്ത ടൈപ്പൊക്കെ സാധനങ്ങളൊക്കെ കുറേ ജെല്ലിയാ ചോക്ലേറ്റ്സാ മനസ്സിലാവുള്ള. എനിക്ക് എന്തായാലും എൻ്റെ പ്രശ്നം എന്തായാലും എനിക്കിങ്ങനെ നമ്മൾ കഴിക്കാത്തതും പിന്നെ ഇങ്ങനെ വെറൈറ്റി പോലെ കാണുന്നതൊക്കെ ട്രൈ ചെയ്യാൻ പേടിയാ. അല്ല, എനിക്ക് സെയിം പ്രശ്നമുണ്ട്. ഞാനും ട്രൈ ചെയ്യില്ല. എങ്ങനെ ചില ആൾക്കാർ ഭയങ്കര എങ്ങനത്തെ ആയിരിക്കും പറയാൻ പറ്റില്ല. ട്രൈ ആക്കും, അവർക്ക് ഇഷ്ടമാണ് എങ്ങനത്തെ കാര്യത്തിൽ ട്രൈ ജസ്റ്റ് അവർക്ക് നോക്കണം. മാങ്ങ ഉണക്കിയത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യും. പക്ഷെ എനിക്ക് വായ വെക്കുമ്പോൾ തന്നെ ഒരു വേണം അങ്ങനത്തെ ഫീൽ. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കൂല ചില കാര്യം. ഇത് മാത്രമല്ല കുറേ ഒക്കെ ഉണ്ടല്ലേ. ലെറ്റ്സ് ഗോ ടു അനദർ സ്റ്റാൾ. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഇതേപോലെ ഫ്രൈഡ് ഹലാൽ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. ഹലാൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സോസേജ് ടൈപ്പ്. എനിക്ക് സോസേജ് ബേബിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. സുനിയൊക്കെ അതിന്റെ ആളാ. വേണമെങ്കിൽ വാങ്ങിച്ചോ. സോസേജ് വേണോ? വാങ്ങിച്ചോ. എന്താ വെച്ചാൽ പറ. അതെ, ഹലാൽ എന്നിട്ട് ചിക്കൻ സോസേജ് ഓക്കെ. എടുത്തോളൂ. ഓക്കെ ഓക്കെ. അവിടെയാണ് പേ ചെയ്യേണ്ടത്. പേയ്മെന്റ് അല്ലേ? ഓക്കെ. പേ ചെയ്ത് തരൂല്ലേ സോനു, നീ പെട്ടു. സൈഗുന്റെ ഹെൽത്തി വശം നമ്മള് പെട്ടു. സൈഗു ഒരു സിപ്പെടുത്ത് നമുക്ക് മറ്റേ പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചാണ്. പിങ്ക് ഉണ്ടാവില്ലേ? ഇതെങ്ങനെ തിന്നുമ്പോഴും ബേബി പേ ചെയ്യാൻ പോയിരിക്കുക ഗൈസ്. അങ്ങോട്ട് വന്നത് കാണില്ല. ബേബി പറയാതെ അവർ തരയില്ല. നമ്മുടെ മുത്തെവിടെ? എബ്രൂ കം. ചൂടാണോ? നല്ല സുനു ഇഷ്ടായി. ബേബി ട്രൈ ചെയ്യണോ? എനിക്കും ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ ട്രൈ ആക്ക്. എബ്രൂ കം. ഓടണ്. സുനു കഴിച്ച് തീർക്കണ്ട, നമുക്ക് റീൽസ് എടുക്കാണല്ലോ. എബ്സ് ഉണ്ട് അവിടെ. ഓക്കെ, കുറച്ച് ചില്ലിയാണ്. കുഴപ്പമില്ല, അവൻ കഴിക്കും. നല്ല ടേസ്റ്റ്. മുക്കി കഴിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിട്ട് മുക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ സോസ് വേണ്ട, ആ ഒരു 20 മതി അവന്. ഹെൽത്തി എപ്പോഴും പറ്റിയതാണ് ഹെൽത്തി, നമുക്കൊന്നും പറ്റിയതല്ല ഹെൽത്തി. ആ ജ്യൂസ്
അത് വേണ ഇഷ്ടായി. എബുവിന്റെ ജ്യൂസ് ഇഷ്ടായി. ഞാൻ വീട്ടിലും കൊടുക്കാറുണ്ടല്ലോ. അരച്ചെടുക്കണോണ്ട് മധുരമൊക്കെ ഇല്ലാതെ കഴിച്ചാണല്ലോ. അതുകൊണ്ട് മധുരം വരുമ്പോഴായിരിക്കും മത്തിപ്പടിക്കണം. ഇവര് മധുരമൊക്കെ ഇല്ലാതെ കഴിച്ചാലല്ലേ അവനത് ടേസ്റ്റ് ആയിട്ട് തോന്നും. നമുക്ക് കുടിക്കാൻ പറ്റില്ല. നമ്മ നേരത്തെ കണ്ട ഡ്യൂറൈൻ ഇല്ലേ, ഡ്യൂറൈൻ അവിടെ അത് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണല്ലോ. അതിന്റെ അതന്നെ അത് നേരത്തെ പറഞ്ഞു. അതിന്റെ ഐസ്ക്രീമുള്ള ഷോപ്പാണത്. ഡ്യൂറൈൻ ഐസ്ക്രീംസ്. അതന്നെ ആ ചക്ക, ഇവിടുത്തെ ചക്ക. പക്ഷെ ഭയങ്കര സ്മെല്ലാന്ന് പറയണം. അതൊന്നും പക്ഷെ എനിക്കത് അല്ല, അത് തുറക്കാത്തോണ്ടാന്ന് തോന്നുന്നു. ഹോട്ടലിലൊന്നും കേറ്റൂല അത്. നമ്മുടെ ഹോട്ടലിലുണ്ട്. ദേ പോണു. ഓടിക്കോ. ഒരാളുണ്ടാവും, ഏതെങ്കിലും ഒരാളുണ്ടാവും. ഇവിടുന്ന് എടുത്തോണ്ട് കൊണ്ട് അവന്റെ പുറകെ കിടന്ന് തീറ്റിക്കണേ. എടുക്കാൻ പാടില്ല, അപ്പൊ തന്നെ ഇട്ട് കളയും. കൈ ഇങ്ങോട്ട് ഇടിച്ച് കിടക്കും ഇവിടെ താഴെ. അല്ലെങ്കിൽ കരന്ന് കരയും. ഭയങ്കര വാശിയാണ്. ആ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഊർന്നിറങ്ങും അവൻ. അവൻ ചെറുതല്ലേ. പക്ഷെ അവൻ ദൂരെ ഓടുമ്പോ നമ്മളെല്ലാരും ടെൻഷൻ മിസ്സായ വിഷമാവും. എബുവാ പിസ്സയുടെ വെറൈറ്റീസ്. വീട്ടിലങ്ങനെ എനിക്ക് സംസാരിക്കണം കേട്ടോ. കളിയാക്കാന്ന് മനസ്സിലാവും. അങ്ങനെ കളിയാക്കണ പോലെ സംസാരിക്കല്ലേ, അത് അവർക്ക് കളിയാക്കൊന്നുമല്ല. ഞാൻ ഒരു സ്ലാങ് സംസാരിച്ച. ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇതാ അറേഞ്ച് ചെയ്തതൊക്കെ അടിപൊളിയാ. ചെറിയ സ്റ്റോൾ അല്ലെ, ചെറിയൊരു സ്റ്റോൾ. Yummy noodles and അല്ല വലിയ ചെമ്മീനെ കൊണ്ടുണ്ടോ? വലിയ ചെമ്മീനും അത്തരത്തിലുള്ള പോർത്ത്. ഓരോന്നും ഓരോ സെറ്റാണ്. കല്ലുമുക്കായ നിങ്ങൾ ക്യാമറന്ന് ഇത്ര കിലോമീറ്റർ ദൂരെ പറഞ്ഞാലും ഒന്നും കേട്ടില്ല. അല്ല ഞാൻ ഇവിടെ ഓടിക്കുമ്പോഴൊക്കെ നിങ്ങളവിടെ സംസാരിച്ചോണ്ടിരിക്കണേ. അവിടെ ബൗളിലായിരിക്കും കൊടുക്കണത്. ഇവിടെ പ്ലേറ്റ്സ് അവിടെ വലിയ പ്ലേറ്റിലുള്ള സാധനം അടിപൊളി. വലിയ പ്ലേറ്റിലുള്ള ഐറ്റംസ് ആണ്.
Tom Yam Krong. ഫിഷ് ഒരുപാട് വെറൈറ്റി. അതെന്തിന്റെ കാലാണെന്ന് അറിയാവോ? വലിയ കാലാണ്. കാലിന് സൈസ് ഉണ്ട്. പോർക്കിന്റെ വലിയ കാല്. എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഇത് ശരിക്കും ഒരു മീൽസ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നമ്മളിപ്പോ നടന്നു വന്ന വഴിക്കൊക്കെ നിങ്ങൾക്ക് കാണാം എല്ലാ പ്ലേറ്റിലും ഒരു റൈസ് ഉണ്ടാവും. അതിന്റെ കൂടെ ഓരോരോ സെക്ഷൻ. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ പ്രോൺസ് പോലുള്ള സാധനങ്ങളായിരിക്കും ചുറ്റിനും, അതും വെജിറ്റബിൾസ് ആയിരിക്കും. ചിലയിൽ ഫിഷ് ആയിരിക്കും, ചിലയിൽ ചിക്കൻ ആയിരിക്കും, ചിലയിൽ പോർക്ക് ആയിരിക്കും. അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ട് അവരുടെ ഇതേപോലെ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ. ആക്ച്വലി എനിക്ക് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണമെന്നില്ല. നല്ല അടിപൊളി എന്താ പറയാ, ചിക്കൻ താറാവാണോ ഡക്കാണോ എന്നൊക്കെ ഫുള്ള് മസാലയൊക്കെ തേച്ച് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ചൈന ടൗണില് ഫുഡ് സ്ട്രീറ്റിൽ നടന്നപ്പോഴാണെങ്കിലും എനിക്ക് അങ്ങോട്ട് കഴിക്കാൻ തോന്നാറില്ല. എനിക്കെന്തോ കണ്ടു കിടക്കും, അല്ല ഞാൻ കണ്ടു കിടക്കും, പക്ഷെ ഞാൻ വാങ്ങിച്ചു കഴിക്കുന്നില്ല. ആ ഫീല് കിട്ടില്ല നമുക്ക്. ഇത് പോർക്കാണ്, അത് പോർക്കാണ്. ഇതുണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനും കണ്ട റൈസ് കണ്ട, അതിന്റെ ചുറ്റിനും പോർക്കിന്റെ എന്തോ ഐറ്റംസ് ആണ്. പിന്നെ ഒരു എഗ്, വെജിറ്റബിൾസ്. ആ ഇത് കണ്ട, ഇത് റൈസും അതേപോലെ തന്നെ ചെമ്മീൻ അങ്ങനെയുള്ള സെറ്റാണ്. ഇതവിടെ നൂഡിൽസ്. അതെന്തായിരിക്കും നമുക്കൊരു ഇതുള്ളോണ്ടായിരിക്കും തോന്നാതെ തിന്ന കൂടുതൽ ആൾക്കാർ മടിയുണ്ടോ? അടിപൊളി. ഇവിടെ ഈ ഫുഡ് കോർട്ടിന്റെ ഒരു ഏരിയ തന്നെ നല്ല ബിച്ച് കിടക്കുന്നത്. ശരിക്കും ഞാൻ ഐക്കോൺ സാമാളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഐക്കോൺ സാമാളിൽ ശരിക്കും ഇതിനെക്കാട്ടി ഭയങ്കര സ്പീഷ്യസാണ്, ഭയങ്കര വലിയ സെറ്റപ്പാണ് അവിടെ ഉള്ളത്. ആ ബാങ്കോക്ക് പോണെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്മുടെ കേരള തനിമയുടെ കോക്കനട്ട് അതേപോലെ എന്ത് ഞങ്ങള് കരിക്കെന്നൊക്കെ പറയും. പിന്നെ ഇത് ഞാൻ ചോദിക്കട്ടെ, അതുണ്ട് സ്മോക്കർ കോക്കനട്ട് ആൻഡ് മിൽക്ക് സ്മൂത്തി കോക്കനട്ട് ഷെല്ല്. അതിൽ തന്നെ പല വെറൈറ്റി. ആക്ച്വലി ഇല്ലേ, ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചില്ല ഫുൾ ഒരെണ്ണം. ഞാൻ ഫിൽഡ് ആയിരിക്കണേ ലഞ്ച് കഴിച്ച പോലെ. ഇല്ലെങ്കിൽ ഐ കുഡ് ഹാവ് ട്രൈഡ് സം ഡിസേർട്സ് ഒക്കെ, പക്ഷെ ഫുൾ ഇതായി. സ്റ്റോപ്സ് ഫുഡ് ഹാൾ. അല്ല എന്തെങ്കിലും തായ് ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്തു. സോനുവിന് നല്ല ആഗ്രഹമുണ്ട് തായ് ഫുഡ് ട്രൈ. സോനോട് ചോദിക്കും സോനുവിന് എന്താണ് തായ്, സുനുവിനാണോ തായ് ഫുഡ്? നേരത്തെ സൈഗുവിന് സ്മൂത്തി വാങ്ങിച്ച കോലോ ഇതാണ്. ഇത്രയെങ്കിലും കഴിപ്പിച്ചത് എബ്രുവിനെ കൊണ്ടല്ല. സൈഗിന്റെ പ്രോബ്ലം, സൈഗ് എല്ലാം വേണോന്ന് പറയും, പക്ഷെ കംപ്ലീറ്റ് എന്നാ കുടിക്കും. കുഴപ്പമില്ല, എബും നമുക്ക് കൊടുക്കാം. എബു പിന്നെ ഷുഗറും സോൾട്ട് ഇല്ലാതെ അല്ലേ കഴിക്കണേ ഫുഡ്, അപ്പൊ അവനത് മനസ്സിലാവുള്ള. സോനു വന്നില്ല ബേബി തായ് ഫുഡ്. സോനു you wanna try Thai kanji? Come, let's go. അങ്ങനെ എല്ലാരും കഴിക്കണോ? തായ് ഫുഡ് ട്രൈ ചെയ്യണം, പക്ഷെ സോനു അത് ഒറ്റക്ക് കഴിക്കില്ല, ഞങ്ങളും കഴിക്കണം. സോനുന്റെ ഇത് എന്താ പാവാ, ഷി വാണ്ട് ട്രൈ ആൻഡ് എക്സ്പ്ലോർ എവറിതിങ്. പക്ഷെ സോനു പേടി ഫുഡ് വേസ്റ്റ് ആവോ ഞാൻ മേടിച്ചാൽ.
അങ്ങനത്തെ ഒരു അതാ പറ അങ്ങനെ വാങ്ങിക്കുമ്പോ നമുക്ക് വേണ്ടല്ലോ. വയർ നമ്മൾ സോനുവിന് വേണ്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വോമിറ്റ് ചെയ്യും. വയർ ഫുള്ളായവനൊന്നും കഴിക്കാൻ പറ്റൂല. അതാ പക്ഷേ എനിക്കൊരു ആഗ്രഹമില്ലേ കഴിക്കണം. സോനു ഇപ്പൊ ഈ ഒരു പേര് പറഞ്ഞിട്ട് സോനിന് ചെമ്മീന്റെ അടുത്തും മറ്റേ പുഴുവിന്റെ അടുത്തൊക്കെ ചെന്ന് പറയും വാങ്ങിച്ചാൽ വേസ്റ്റ് നിങ്ങളും കഴിക്കണം. അന്ന് ഞാനും അതൊന്നുമില്ല കേട്ടോ, പച്ച സാധനം നീ കഴിക്കണം കേട്ടോ. പറഞ്ഞിട്ടാ എല്ലാരും കഴിക്കണം. എനിക്കറിയാം, അതിന് വേണ്ടി തുടക്കൂടെ ഇപ്പോഴേ അതന്നെ പച്ച സാധനം കഴിക്കും. ഒരു ചെറിയ പോലെ എന്തെങ്കിലും മേടിച്ചു കൊടുത്തു. അല്ലെ വാങ്ങിച്ചിട്ട് ബാക്കി റൂമിൽ കൊണ്ടോട്ടെ, റൂമിൽ നിന്ന് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്തായാലും റൂമിലോട്ടല്ലേ, എന്നിട്ടാണ് വേറെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നത്. നല്ല രസമുണ്ട്, ഇതിന്റെ ഉള്ളിൽ വന്ന അറിയൂല. ബേബി നിങ്ങളിതിലൊക്കെ വൈഡ് ആക്കാൻ എന്താ പറ്റാത്ത? ബേബി വൈഡ് ആക്കാൻ എന്താ പറ്റാത്ത? 0.5 ഇടാൻ പറ്റാത്ത എന്താ? അത് നമ്മള് കട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ആണോ? നല്ല അടിപൊളി നിങ്ങ കഴിക്ക് ബേബി, നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നണേ ഇനി. ആ നൈസ് ഫ്രെയിം, ചെമ്മീനും എല്ലാം ഉണ്ട്, കൂന്തലുണ്ട് സ്ക്വിഡ്. സോനു ഇത് മതിയാ സോനു? ചെറിയ ബോൾ അത് മതിയാ? എന്ത് സൂപ്പാണ് ഇവിടെ പറ? അപ്പുറത്താണ്, അത് നോക്കിയിട്ട് പറയാ. ഇവിടെയും കുറെ ഐറ്റംസ് കളർഫുൾ ആണ് കേട്ടോ. കളർഫുൾ ഒക്കെ ഇതാണ് പ്രശ്നം. പക്ഷെ കാണുമ്പോഴേ കഴിക്കാൻ തോന്നില്ല. അല്ല എനിക്ക് കഴിക്കാൻ തോന്നുന്നതല്ല, കാണുമ്പോ അടിപൊളിയാ. പക്ഷെ അത് തന്നെ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ്. എനിക്കൊരു പേടിയാണ്, അരിപ്പൊന്നും അല്ല, പേടിയാണ്. അതില് ഓയിസ്റ്റർ ഉള്ള ഇവിടെ മാത്രാട്ടാ, ഇത്ര ഭാഗം മാത്രം. വേറെ ഒന്നും മാവ് പോലെ ഒക്കെ. ഇന്ത്യൻ ഫുഡ് ഇന്ത്യൻ ഫുഡ് ഹലാൽ സർട്ടിഫൈഡ്. ഇന്ന് വന്ന് കഴിച്ചേ ഉള്ളൂ, ഇതുവരെ ഹലാലേ കഴിച്ചു. ഫുഡ് ഇപ്പുറ സൈഡിലേക്ക് കണ്ട ഈ സെക്ഷൻ ഇന്ന് വേണ്ട ഇന്ത്യൻ. അത് അതിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാര് അല്ല തായ്ക്കാർ ഓടിക്കും. സുൽത്താന തായ് ക്യൂസിൻ. ആലു പരോട്ട വേണോ സോനു? ആലു മട്ടർ ചിക്കൻ ഏത് ബൗലാ സോനു? ബാ, ഇവിടെ കഴിക്കാനുള്ള നല്ല ആംബിയൻസ് ഉണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആ. ഈ മോൾ ഫുൾ ക്ലീനാ. ശരിക്കും മാള് മാത്രമല്ല, തായ്ലാൻഡ് ഫുള്ള് ക്ലീൻ ആണ്. എക്സാക്ട്ലി. റോഡ് സൈഡ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു കാര്യം ചവറോ കാര്യങ്ങളൊന്നും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് തായ്ലാൻഡ്. പോവാൻ തോന്നില്ല, 2 ദിവസം പട്ടായാൽ നിക്കാനായിട്ട് പ്ലാൻ ചെയ്തത് നമ്മൾ. എബുനെല്ലാരും ഹായ് പറയല്ലേ. എവിടെ കണ്ണ് കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാരെ പോലെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും എല്ലാവരും ഹായ് ഹായ്. ഇത്ര വലുതല്ലേ, കമ്പയർ ചെയ്യാനേ പറ്റൂല നമ്മുടെ നാട്ടിലത്തെ മോളിന്. ഭയങ്കര സീരിയസ്ലി എല്ലാവരും സജഷൻ ഉണ്ട് അവിടെ പോവാൻ. കുറെ ഞാൻ ബാങ്കോക്ക് റീൽസും കണ്ടായിരുന്നു. എന്താണ് ഉമ്മ എടുക്കണോ ഉമ്മയുടെ മുത്തിനെ? ബാ ഉമ്മിത്ത് ബാ. ആ ബാ സോനു. ഓക്കെ, സോനു ഇവിടെ വന്നിട്ട് തായ് ഫുഡ് എന്താണ് ഓർഡർ ചെയ്യാൻ പോണെന്ന് നമുക്ക് നോക്കാം. സോനു എന്താണ് ഓർഡർ ചെയ്തത്? അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാവും. ആ നീ പറഞ്ഞോ, ചോദിച്ചോ. അവര് ഐറ്റം മെനു കാണിച്ചു. ഒട്ടും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. 85 ബാത്ത്. ഓക്കെ, എന്താ വേണ്ടത് നിനക്ക് പറ, ഞാൻ ഹാൻഡിൽ ചെയ്യാം. നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആണ്. 6 അല്ലേ, നമ്പർ 6, 85 ബാത്ത്. പിടിച്ചോ സു? പിന്നില്ല, നമ്മളെന്തോ ഫോന് പറഞ്ഞിട്ടുണ്ട്. 6 സ്വൈപ്പ്. ഓക്കെ, നമ്പർ 6 അല്ലേ? കാർഡ് മേടിക്കാം. ഏതാണ് പറഞ്ഞത്? 6 ക്രീമി ക്രീമി ടോം യോങ്. അതായത് ഇവിടെ എന്താ സംഭവം എന്ന് അറിയാം, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ വേണം നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ അവിടെ കാർഡ് എടുക്കലാണ്. ആ കാർഡ് വേണം നമ്മൾ ഓരോ സ്റ്റാളിൽ കൊണ്ടുവന്ന് കാണിക്കാം. നമ്മൾ ഡയറക്റ്റ് ഇവിടെ ക്യാഷ് പേ ചെയ്യാൻ നിന്നും നടക്കില്ല. നമ്മൾ അപ്പോൾ ആദ്യം പോയിട്ട് ഈ ഷോപ്പിൻ്റെ പേരും പറഞ്ഞ് ഈ നമ്പറും പറഞ്ഞ് ഈ ഫുഡ് ഐറ്റം പറഞ്ഞ് അവിടെ പോയി കാർഡ് എടുത്തിട്ട് വരാം. ഓക്കെ,
കണ്ടില്ലേ, നമ്മൾ മെയിൻ കൗണ്ടറിൽ ചെന്നിട്ട് എന്താണ് നമുക്ക് കഴിക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ട് ഇതേപോലെ ബില്ല് എടുക്കണം. എന്നിട്ട് ഈ കാർഡ് വാങ്ങിക്കണം. ഈ കാർഡാണ് നമ്മൾ ഓരോ സ്റ്റോളുകളിൽ കൊടുക്കേണ്ടത്. നമ്മളവിടെ ഡയറക്റ്റ് ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് പറയുന്നത്. അപ്പോൾ സോനും അവരും കൂടെ ഭയങ്കര കൺഫ്യൂസ് ആയി. എന്നാൽ സോനു ഇനി അത് കാണിച്ചോ, നിനക്ക് വേണ്ട സാധനം ഉണ്ടായില്ല അത്. ഓക്കെ, സിമ്പിൾ, ഇത്ര ഉള്ളൂ. അതൊന്നും കൊടുക്കണ്ട, കാർഡാണ്. സോ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളെക്കാട്ടിയൊക്കെ ബെറ്റർ ഞാനുണ്ട്. ആ, ലൈഫ് എക്സ്പീരിയൻസ് ആണ് മെയിൻ. ലൈഫ് എക്സ്പീരിയൻസ് ആണ് മെയിൻ. ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. അല്ല, നമുക്ക് പെട്ടെന്ന് അവരെ കൺഫ്യൂസ് ആക്കാണ്ട്. അല്ലല്ലോ പറഞ്ഞ അതെന്താ ചെയ്യണമെന്ന് പറയാം. നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ട് ഒന്ന് നോക്കേണ്ടത്. ലാംഗ്വേജ് അല്ല പ്രശ്നം അവിടെ. നമ്മൾ അവരെ കൺഫ്യൂസ് ആക്കാതെ നോക്കുക. സംസാരത്തില് കാര്യങ്ങള് നമ്മൾക്ക് അറിയാവുന്ന ഭാഷയിൽ പറയുക. ആ, കൺഫ്യൂസ് ആക്കാണ്ട് ശ്രമിക്കുക. അവനെ നോക്കിയോ, അവനെ നോക്കിയോ, അവനെ ആരും കാണില്ല. കാലിന് അങ്ങനെ ആരെങ്കിലും തട്ടിപ്പോയിട്ട്. ഓക്കെ, സോനു ലൈറ്റിന്റെ അവിടെ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനു കഴിക്കണ്ട, തിളക്കണ്ട്. സോനു ഫുള്ള് റെഡി, സെറ്റ്. സോന ഫുള്ള് സെറ്റ്. സോനോ സോനു സന്തോഷം നോക്കിയ, സോനു സന്തോഷം. എന്താണ് നോക്കാം. സോനു ഫുള്ള് ആക്റ്റീവായി. സോന തിന്നപ്പോ തന്നെ അയ്യോ, ഇവിടെ ഉള്ള കണ്ട് എന്തൊക്കെയോ വെച്ച് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അവര് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ, ഒഴിക്കാൻ വെച്ച കഥ അറിയാം, പക്ഷെ ഓവറായിട്ട് വെച്ച് കൊളാക്കണ്ട. ഇവിടെ ഒഴിച്ച് കൊളാക്കിപ്പിക്കാറ്. വന്നിരിക്കൂ, ഇരിക്കൂ. ടേബിൾ ഇത് അവിടെ ഒരു ടേബിൾ കാലിയുണ്ട് ഉള്ളില്. ആ, അതിൻ്റെ അകത്തൊരു സൈഡിൽ ആളുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഇവർ കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അറിയണം. തായ് ഫുഡ് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ ടേബിളൊക്കെ ഫുള്ളായിരുന്നു. എന്നിട്ട് ഒരു ടേബിൾ കിട്ടി, അവിടെ വന്നിരുന്നു. ഇനിയാണ് നമുക്ക് കാണാൻ വേണ്ടി പോണത്. പക്ഷെ എനിക്കത് കണ്ടത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് ഉറക്കെ സംസാരിക്കും. എബ്രു എന്താ ടേസ്റ്റ് ചെയ്തേ നോക്കിയതാ ഞാൻ. നോക്കട്ടെ ഇതെന്ത് സാധനം. ആ, പപ്പടം പോലെ ഉണ്ട്. ഇല്ലൊന്നുമില്ല, പപ്പടം പോലെ. മമ്മ തരും, ഉമ്മി തരും കേട്ടാ. എബു കഴിച്ചോ? നൂഡിൽസ്, മഷ്റൂം എല്ലാം ഉണ്ട്. ഉമ്മി തരും അമ്മ എബുന്. ഓ, നല്ല ചൂടുണ്ട്. ഉമ്മി തരാട്ടാ. എരിവുണ്ടെന്നോ? ഉമ്മി തരാം. ചൂടുണ്ടാവും. മാവുള്ള അറിയാമല്ലേ സോനു. എങ്ങനെ സോനു? തായ് ക്യൂസിൻ സ്വീറ്റ് ആയിരിക്കും ആരോ പറഞ്ഞു. സ്വീറ്റ് ഉണ്ടോ? മധുരം. അതായത്
തായ് മെയിൻ സ്വീറ്റ് ആണ് കുറച്ച് നമ്മള് Thai food ഏതേ ഒരു ജങ്ക് ഫുഡില് ഈ ഷെസ്വാനൊക്കെ ഇത് മോമോസ് ഒക്കെ മേടിക്കുമ്പോൾ തായ് കിട്ടൂലേ സ്വീറ്റ് ആയിരിക്കും. സ്വീറ്റ്. ഇത് കുഞ്ഞു കുഞ്ഞു മഷ്റൂം ആണെന്ന് തോന്നുന്നു. നോക്കിയേ, അല്ലേ? ഇത് നൂഡിൽസ് അല്ല, ഇത് മഷ്റൂം പോലെ. മമ്മ തരാം എബുന് മഷ്റൂമാ. എബുന് മമ്മ തരാം. ചൂടുണ്ടാവും അവന് പൊള്ളരുത്. ഊതി താത് രണ്ടിനും കൂടെ എന്ത് സംഭവം നോക്കിക്കൊണ്ടിരിക്കും. സുനു ഇങ്ങനെ വേണോ? ഫ്ലേവർ ടേസ്റ്റ് ചെയ്ത് നോക്ക് സൈക്ക്. അല്ല, ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന്. എരിവ് എന്താ ചാർജ് ആയതാ? എബു തായ് ഫ്രൈ ചെയ്തേട്ടാ ബേബി. എബു തായ് ഫ്രൈ ചെയ്ത് തായ് ഫുഡ് ട്രൈ ചെയ്ത്. ഈ ബില്ലിന്റെ ആവശ്യമുണ്ട് ഇനി? ഇല്ല ടിഷ്യൂ എടുക്കണോ? ബേബി ട്രൈ ചെയ്യണം കേട്ടോ ഇത്. ഇത് നിങ്ങൾ വിചാരിച്ച് പോകുന്നില്ല. അതിനകത്ത് കൂട്ടത്തിണ്ടാകുന്ന മുട്ടകൾ എടുക്കുന്നത്. മുട്ടയുടെ കണ്ട് മുട്ട കയറുന്നത് guys. അടുത്ത് വെച്ചോ സുമു. അടുത്ത് വെച്ച് കഴിക്കും. Come on, everybody. Come on, everybody. സുനുവാണ് ഏറ്റവും കൂടുതൽ കഴിച്ചത്. പക്ഷെ അങ്ങനെ കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയാണ് സുനു? ഫ്രാങ്ക് ആയിട്ടുള്ള അഭിപ്രായം പറയാം. ജെന്യൂൻ ആയിട്ടുള്ളത്. നമ്മുടെ നൂഡിൽസ് പോലെയല്ലോ. നമ്മുടെ ഇന്ത്യൻ മസാല വേറെയാണ്. തായിയുടെ എന്ന് പറയുമ്പോ തന്നെ സ്വീറ്റ് ആണ്. ട്രൈ ചെയ്യണ്ട. എന്തായാലും ഓർഡർ ചെയ്ത സ്ഥിതിക്ക് കഴിച്ചു നോക്കട്ടെ. എല്ലാം കൂടെ മിക്സ് ആക്കി കഴിച്ചു. ആഹാ, ഇതിന്റെ ബൗളൊക്കെ തന്നെ ഭയങ്കര രസമുണ്ട്. നോക്കി, ഇത് മറ്റേ ആ ഓർഡറിൽ തന്നെ ഉണ്ടായിരുന്നു ക്ലേ പോട്ട്. ക്ലേ പോട്ട് അടിപൊളി, സൂപ്പർ. വിചാരിച്ച് വീട്ടിലത്തെ പോലെ ഇവിടെ യൂസ് ആക്കുക. ഒന്ന് പുളിഞ്ഞ് കഴിക്കാൻ വെള്ളമൊക്കെ കഴിക്കും. ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടുത്തെ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല. എനിക്ക് ഇവിടുത്തെ ഒരു ചില ഐറ്റം ഉണ്ട്. ചില ഇതുകൂടെ ഈ ലീഫൊക്കെ ഇല്ലേ, ഈ ലീഫിന്റെ ഒക്കെ ഒരു നമ്മുടെ അവിടെ ഏപ്പിൾ യൂസ് ചെയ്തേ അതേപോലത്തെ കുറച്ച് ലീഫുകളുണ്ട്. ആ ലീഫിന്റെ ഒരു ചൊവയുണ്ട്. അത് നമ്മുടെ ഫുഡിനുണ്ട്, ഇന്ത്യൻ ഫുഡിനും ഉണ്ടാവില്ല, തായ് ഫുഡിനും ഉണ്ടാവില്ല. ആ ചൊവ എനിക്ക് ഇഷ്ടപ്പെടില്ല, ആ സ്മെല്ലും ഇഷ്ടപ്പെടില്ല എനിക്ക്. പിന്നെ ആകെ എനിക്ക് ഇവിടെ ഇത് കഴിക്കാൻ പറ്റിയ സാധനം ഇതാണ്. ഷെല്ലില്ലേ? ഞാൻ കഴിക്കുമ്പോ സൈസിന്റെ വായിന് വെള്ളം മുന്നിൽ. എല്ലാം കൊതിയായി. എന്താ സോനു? ഉപ്പിലിട്ട മാങ്ങ. ഉപ്പിലിട്ട മാങ്ങ. ഇതെന്തോ വേറെ സാധനം. ഇത് ഉപ്പാന്ന് പറയണല്ലേ സോനു? വാവ്. ഇന്നെന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോനു തായ് ഫുഡ് കഴിച്ച് തളർന്നിരിക്കണയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? Bye.